മോട്ടീവ് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ നമ്മൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ന് ബാക്കി കുട്ടിയായിട്ടുള്ള ഇൻക്വസ്റ്റ് പ്രൊസീജിയറും PMCയും കളമശ്ശേരി ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരുന്നു. അത്യാവശ്യം പൂർത്തിയായി. അപ്പോൾ ഇതിന് ബാക്കി ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗത്തായിട്ട് ഇതിൽ വേറെ മോട്ടീവ്സ് ഉണ്ടോ ഇല്ല അതിനായിട്ടുള്ള തെളിവുകളുണ്ടോ നമ്മൾ കണ്ടെത്തണം. ഇവരിത് എങ്ങനെയാണ് ഇന്നലെ അങ്കവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ എത്തിയിട്ടാണ് പ്ലാൻഡ് ആയിട്ടാണോ ഒന്ന് ചെയ്തത്? നമുക്ക് കിട്ടിയ CCTV ദൃശ്യങ്ങൾ പ്രകാരം ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ അവർ അവിടെ പുഴയിൽ വിട്ടിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ കുട്ടി ഇല്ലാതെ വന്ന ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇനി ഇതിൽ കുറച്ചും കൂടി അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ബാക്കി ആരെങ്കിലും അവിടുത്തെ ഐ വിറ്റ്നസ്സുകൾ ആരെങ്കിലും ഉണ്ടോ അതൊക്കെ കണ്ടെത്താനുണ്ട്. സോ നമ്മൾ തെളിവുകൾ കണ്ടെത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടില്ല. വി ആർ ആക്ച്വലി വർക്കിംഗ് ഓൺ ദാറ്റ്. അത് നമ്മളിപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെല്ലാം ഓരോരോ ആളുടെ മൊഴികളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇൻ കോഴ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുവരെ നമുക്ക് അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഇതുവരെ അങ്ങനെ ഒരു ഇൻപുട്ട് വന്നിട്ടില്ല. നമുക്ക് അതിൻ്റെ എക്സ്പെർട്ടൈസ് ഇല്ല. നമ്മൾ മെഡിക്കൽ പരിശോധന നടത്തും. ഇൻ കേസ് അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് എക്സ്പെർട്ടൈസ് നമ്മൾ എടുക്കും. മെഡിക്കൽ പരിശോധന നടക്കും. പിന്നെ അതിന് നിങ്ങൾ പറയുന്ന രീതിയിലുള്ള സ്പെഷ്യലൈസ്ഡ് എക്സ്പെർട്ടീസ് വേണമെങ്കിൽ അത് ഡോക്ടറിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ സമയത്ത് പ്രശ്നമുള്ളതായിട്ട് അവർ പറഞ്ഞിട്ടില്ല. പിന്നെ അവരുടെ ഇപ്പോൾ ഓരോ സംഭവം നടന്നിട്ടേ ഉള്ളൂ. സോ അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ അവരുടെ ഫാമിലിയും കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അവരോട് പ്രോപ്പറായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കളക്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ അവരുടെ ക്ലോസ് റിലേറ്റീവ്സ് നെയ്ബേഴ്സ് അങ്ങനെയുള്ള എല്ലാവരുടെ മൊഴി എടുക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും വ്യക്തമായിട്ടുണ്ടോ എന്ന് നോക്കണം. അവർ കോപ്പറേറ്റ് ചെയ്തുണ്ട്. പക്ഷേ കുറച്ചും കൂടി ഇനിയും അവരോട് സംസാരിക്കണം. നമ്മളിപ്പോൾ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കോടതിയിൽ കൊടുക്കും. പിന്നെ കസ്റ്റഡി എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. അവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നമ്മൾ കുറച്ചും കൂടി നമുക്കിന്നും വ്യക്തമായിട്ടില്ല. സ്റ്റിൽ വർക്കിംഗ് ഓൺ ദാറ്റ്. അതായത് 3.5 വയസ്സുള്ള കുട്ടിയാണ്, അമ്മയാണ് പ്രതി. അപ്പോൾ സ്ട്രോങ് മോട്ടീവ് ഇല്ലാണ്ട് ഇങ്ങനെ ചെയ്യുമോ? അതാണ് നമ്മളതിൽ കമന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. We can't comment on that without completion of the investigation. പോസ്റ്റ്മോർട്ടം ഇപ്പം നടന്നിട്ടേ ഉള്ളൂ. സോ ഡോക്ടർ ഹാസ് ടു ഗിവ് ദ ഒപ്പീനിയൻ ഓൺ ദാറ്റ്. അതിനെ കുറിച്ച് നമുക്ക് ഇന്നും വ്യക്തമായിട്ടില്ല. ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതുവരെ അങ്ങനെ അവർ ഡിഫറെൻറ്റ് വേർഷൻസ് അവർ പറയുന്നുണ്ട്. സോ അത് നമ്മളിന്നും കൃത്യമായിട്ടുള്ള ഇത് കിട്ടിയിട്ടില്ല നമുക്ക്. അത് നമ്മൾ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ പരിശോധിക്കുന്നതാണ്. എന്തോ കോൺട്രാക്ടറി സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റില്ല. പക്ഷേ അത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങനെ മുന്നോട്ട് നമ്മൾ എടുക്കാൻ പറ്റില്ലല്ലോ. സോ വി ഹാവ് ടു ഗെറ്റ് ദ ബാക്കി എവിഡൻസസ് ഓൾസോ. ഫാമിലി മെമ്പേഴ്സിനെ ചോദ്യം ചെയ്യും. ഇനി തുടങ്ങണം. ഇതുവരെ പഴയ പരാതികളൊന്നും അങ്ങനെ വന്നിട്ടില്ല. എവിടെ അത് നമുക്കിന്നും വ്യക്തമായിട്ടില്ല. അപ്പം അതിന്റെ ബാക്കി രേഖകളൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നു. ഇതുവരെ ഇതും വന്നിട്ടില്ല. അത് ഇതുവരെ നമുക്കൊന്നും വ്യക്തമായിട്ടില്ല. സോ ഇനിയാണ് കുറച്ചും കൂടി കാം ഡൗൺ ആയതിനു ശേഷം ഫാമിലിന്റെ ക്ലോസ് റിലേറ്റീവ്സിന്റെ മൊഴികളൊക്കെ നമ്മൾ രേഖപ്പെടുത്തും. നമ്മൾ 101(3) ആണ് എടുത്തിട്ടുള്ളത്. സോ ഇവർ ഡയറക്റ്റ് മർഡർ കേസായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. വളരെ നല്ല പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും. വളരെ ശക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ, യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകും. അത് ഇൻവെസ്റ്റിഗേഷന്റെ കോഴ്സ് നോക്കിയിട്ട് അതിന്റെ അത്യാവശ്യം നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. അത് ഇന്ന് തന്നെ കസ്റ്റഡിയിൽ കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. മജിസ്ട്രേറ്റോട് ഡിസ്കസ് ചെയ്യേണ്ടതാണ്.